ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേക്കപ്പ് വീഡിയോ ആണ്. ഒരു 5 minutes ക്യുക്ക് മേക്കപ്പ് ആണ്. എനിക്ക് 10 minutes പുറത്തു പോകാനുണ്ട്. സോ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെറ്റാഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ഇത്ര ആയിട്ടുണ്ട് ഇപ്പം തന്നെ. ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന കറൻ്റ്ലി ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മൈക്കൊന്നും നോക്കിയിട്ട് കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൽ തന്നെ അങ്ങ് എടുക്കാന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആക്കാത്തത്. എൻ്റെ കുട്ടപ്പുറം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ 5 minutes ഉള്ളൂ. ഇപ്പോൾ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് 5:52. സോ 6 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു മേക്കപ്പ് എനിക്ക് കഴിയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഫാസ്റ്റ് ആക്കാൻ പറ്റും അത്രത്തോളം ഫാസ്റ്റ് ആക്കാം. ഓക്കെ, മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ലിബാമാണ്. ഇത് വിഷ് കെയറിൻ്റെ ലിബാമാണ് കേട്ടോ. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വിഷ് കെയറിൻ്റെ ലിബാമാണ്. നല്ല ലിപ്പ് മോയ്സ്ചറാണ് ഒരു ലിബാമാണ്. ഓക്കെ, ഇതിടുക. ഇതിട്ടതിന് ശേഷം ഒന്ന് സെറ്റായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് ഐബ്രോ ഒന്ന് തുടയ്ക്കാം. കാരണം അവിടെ നമ്മുടെ ഈ മോയ്സ്ചറൈസർ എന്തായാലും ഉണ്ടാവും. സോ അതൊന്ന് തുടച്ചു കൊടുക്കുക. ഞാൻ എന്നെ നോക്കിയാണ് സംസാരിക്കണത്. സോ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ. ഞാൻ എന്നെ നോക്കിയാണ് സംസാരിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഇതെന്തായാലും ഒട്ടിച്ച് വെക്കാനുള്ള സാധനമാണ്, കുഴപ്പമില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോ ഫില്ല് ചെയ്യാണ്. ഐബ്രോ എങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എൽഫിൻ്റെ ഞാൻ സെഫോറൻ്റെ ഒരു വീഡിയോ ഇട്ടില്ല. അപ്പോൾ അതിൽ ഓൾറെഡി ഈ ഒരു സാധനം ഉണ്ട്. സോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പറ്റിച്ചു കൊടുക്കുക എന്ന് പറയും. നമ്മളിങ്ങനെ സെറ്റാക്കി വെക്കില്ലേ, അതേപോലെ എങ്ങനെ വെച്ചാൽ ഇങ്ങനെ മേലോട്ട് വലിക്കുക. എന്നിട്ട് അവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ ഡിഫറൻസ് കണ്ടോ? ഓക്കെ, അതേപോലെ അടുത്തത് ഒന്ന് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. സെറ്റല്ലേ? ഇതാണ് എൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടെക്നിക്കാണ്. സോ എൻ്റെ കുഞ്ഞു അപ്പോൾ ഇത് നമുക്ക് അടച്ചു വയ്ക്കുക, ഇല്ലെങ്കിൽ ഇവൻ എല്ലാം കേടാക്കും. എൻ്റെ കുട്ടുമണീനെ കാണിച്ചു തരാം ഞാൻ. എൻ്റെ കുട്ടുമണിയോട് ഇരിക്കുന്നുണ്ടല്ലോ, എൻ്റെ കുട്ടുമണി. ഓക്കെ, അവിടെ പോയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്ത് തൊടുന്നില്ല. അപ്പം നമുക്കൊന്ന് അവനെടുത്തത് കൊണ്ട് നമുക്കൊന്ന് ഇതാക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയണത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് സെഫോറൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. സെഫോറൻ്റെ ഈ ഒരു ഐബ്രോ പാലറ്റ് എടുക്കുക. ജസ്റ്റ് ഒന്ന് നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പോലെ. അപ്പോൾ ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെ ചെയ്യാം. ഓക്കെ, കൈകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കളറുണ്ടോ? കുറച്ചിട്ട് കൊടുത്താൽ മതി, അപ്പോഴത്തേക്കും തന്നെ നല്ല കളറാവും. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡില്ലേ, ഞാൻ ഗോൾഡൻ ഷെയ്ഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കും. കണ്ണിൻ്റെ താഴെ ആവരുത്, ടാപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കറക്റ്റ് അതിലാവും. സോ അതേപോലെ ഇവിടെയും ഞാൻ ഇങ്ങനെ ടാപ്പിംഗ് മോഷനിൽ ടാപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കണ്ണിൻ്റെ മേലെ കറക്റ്റ് ഇരിക്കും. സോ കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കാജലില്ലേ, ഇത് ഏതിൻ്റെ കാജലാണ്? ഫ്ലോർമാറിൻ്റെ കാജലാണ്. ഇത് വെച്ച് ജസ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഒന്ന് വരയ്ക്കും. ഓക്കെ, മണ്ടേ കൂടി വരയ്ക്കും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ മൂട്ടിൽ തന്നെ ഈ ഒരു സ്പഞ്ച് പോലത്തെ ഒരു സാധനം ഉണ്ട്. ദേവിയെ, സമയമില്ല സമയത്ത് ഈ സാധനം വരത്തില്ല. ഓക്കെ, ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു സ്മോക്കി ഒരു ഡബിൾ ഷെയ്ഡ് കളർ കിട്ടും. കാരണം ഓൾറെഡി നമ്മളൊരു സാധനം ഇട്ടിട്ടുണ്ട്. അതേപോലെ
ഇപ്പുറത്ത് ആക്കി കൊടുക്കുക കേട്ടോ. എനിക്ക് തോന്നുമ്പോൾ മാത്രം. അപ്പം നമുക്ക് ഇവിടെ ഒരു ബ്രൗൺ കാര്യത്തിൽ വെച്ച് നമുക്ക് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ഉണ്ടോയെന്നറിയില്ല, ഇങ്ങനെ വരയ്ക്കണ സമയത്ത് ഇങ്ങനെയൊക്കെ ആവണത്. എനിക്കാവും, എന്താ അറിയില്ല. ഓക്കെ ഓക്കെ, സെറ്റായി. അപ്പോൾ നമുക്ക് ഞാൻ സംസാരിക്കുന്നതുകൊണ്ടാട്ടോ ഇത്ര ടൈം എടുക്കുന്നില്ലെങ്കിൽ എനിക്ക് ടൈം എടുക്കില്ല, ഞാൻ പെട്ടെന്ന് കഴിയുന്നതാണ്. ബട്ട് നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റേ ഉള്ളൂ. ഇവിടെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസ്കാര ഇടണം. അപ്പോൾ ഞാനിവിടെ ഷീഗ്ലാമിൻ്റെ മസ്കാരയാണ്. ഇത് നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനിവിടെ ചെയ്യണത് ഷീഗ്ലാമിൻ്റെ മസ്കാര ഇട്ടിട്ട് ഇത് ഇങ്ങനെ 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 ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ, കറക്റ്റ് സെറ്റാവും. ഇങ്ങനെ ഷീഗ്ലാമിൻ്റെ. എന്താ കുഞ്ഞു ഇവിടെ വന്നിരിക്കണേ, ഇവ എൻ്റെ അടുത്ത് വന്നിരിക്കും. ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ എൻ്റെ മടിയിൽ വന്നിരിക്കുക എന്നുള്ളതാണ് ഇവൻ്റെ ഒരു മെയിൻ കളി. ബാക്കി പൂച്ചകളൊക്കെ ആണെങ്കിൽ വിളിച്ചാൽ തന്നെ വരില്ലല്ലോ. ഇവൻ എന്താ വെച്ചാൽ എൻ്റെ മടിയിൽ എപ്പോഴും ഇരിക്കണം. ഓക്കെ ആന്ന് പറയുക. ഓക്കെ, നമ്മൾ മസ്കാര ഇട്ട് കൊടുത്തു, സെറ്റാക്കി. കണ്ണിലെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നല്ല നല്ല ഇങ്ങനെ 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 ഇരിക്കും. കുറച്ച് മതി ഇടുക. കുറച്ച് ബ്ലഷ്, നമ്മുടെ ഷീഗ്ലാമിൻ്റെ തന്നെ കുറച്ച് ബ്ലഷാണ് ഞാൻ കൈ കൊണ്ട് തന്നെ ഇടുന്നത് കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് ആ ലിപ്സ്റ്റിക്കും തുടച്ചിടാം. ലിപ്സ്റ്റിക് അല്ല, സോറി, ലിബ ഇട്ടുള്ളതാണ് കേട്ടോ. മാഴ്സിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 02 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്, ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ഞാൻ എപ്പോഴും മേക്കപ്പ് ഇങ്ങനെ തന്നെയാണ് ചെയ്യണമെന്ന് പറയില്ല. കാരണം ചില സമയത്ത് ഞാൻ ലിപ്സ്റ്റിക്കും മസ്കാരയും മാത്രം ഇട്ടിട്ട് പോവും. ചിലപ്പോൾ അതും ഇടില്ല, ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ട് പോവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് കുറച്ചൊക്കെ ഒന്ന് ഒരുങ്ങണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഒരുങ്ങുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇതാണ് ഷെയ്ഡ് എന്ന് പറയുന്നത്, ബ്രൗൺ ഷെയ്ഡാണ്. ഞാൻ അങ്ങനെ എപ്പോഴും കെട്ടുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പോണിറ്റൈൽ ചെയ്യുക, അതാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം. എൻ്റെ നോർമൽ രീതിയിലാണ് കെട്ടണത്, ഭയങ്കര വലിയ രീതിയിലൊന്നുമല്ല, ഞാൻ നോർമലായിട്ട് ഉള്ള രീതിയിൽ. സോ എന്ത് ഇങ്ങനെ പിടിച്ചങ്ങോട്ട് പോണിറ്റൈൽ ചെയ്യും. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടം. കാരണം എപ്പോൾ എനിക്ക് പുറത്ത് പോകണമെങ്കിലും ഇതാണ് എൻ്റെ. എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്യും, ഇങ്ങനെയിട്ട് എന്നിട്ട് ഞാൻ ഇവിടെയും ചീവി കൊടുക്കും. ഓക്കെ, മാക്സിമം ഞാൻ കിട്ടും. പിന്നെ ഒരുപാട് ഇറുക്കില്ല, നമുക്ക് കുറേ കഴിയുമ്പോൾ തലവേദന എടുക്കും. ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടാണ് ആക്കുന്നത്, അപ്പോൾ മുടി കേടാവില്ല. വാച്ച് ഇതാണ്, ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ, എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്കൊരു വാച്ച് കെട്ടാം. ഈ ഒരു ബ്ലൂ കളർ ഒരു വള ഇട്ട് കൊടുക്കാം. ഇത് ഓക്കെ, ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ടൈം 6:06. നമ്മൾ എത്ര ടൈമിന് തുടങ്ങിയത്? 5:52 തുടങ്ങിയതാണ്. ഇപ്പോൾ 6:06 നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് ഞാൻ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലുക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ കഴിയാറുണ്ട്. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.